മൂട്ടാ മാരേജ് എന്ന്. അപ്പം ഞാൻ അതെന്തിനാണ് അന്ന് വക്കീലിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പം അതിന് ഇത് നോക്കിയപ്പോൾ മൂട്ടാ മാരേജ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ മുത്ത് എന്നാ പറയാം, താൽക്കാലിക വിവാഹം. അതും കൂടി നോക്കിയപ്പോഴേക്കും ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുക, അത് വെച്ചിട്ടായിരിക്കുമല്ലോ ഇവരിത് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടല്ലേ അറബി കല്യാണമൊക്കെ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ, അതുകൊണ്ട് ഇതിനെ നിർത്തലാക്കണം. പിന്നീട് പുറക്കഞ്ഞ വേറെ അറബികൾ വരും. അപ്പോൾ അറബിക്ക് ഇവരെ തന്നെ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ വേറൊരാളെ കാണിച്ചു കൊടുക്കും. ഈ അറബികൾ ഇങ്ങനെ മാറി മാറി കല്യാണം കഴിക്കാൻ പോവുക. അറബി ആയാലും മുസ്ലിം ആയാലും സ്ത്രീകളെ മേലെ എന്ത് ആക്രമണം നടത്തുമ്പോൾ നമ്മളതിനെ ഇസ്ലാമിൻ്റെ സൃഷ്ടിയല്ല. ഞാൻ പറയാം, തീർത്ത് പറയാം. കാരണം ഇവർ പറയുന്നത് എന്താണെന്നറിയോ, തലയിലുള്ളത് മാറിടം മറക്കണമെന്നാണ് അവർ പറയുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. പർദ്ദ വേണമെങ്കിൽ തിരഞ്ഞെടുത്തോട്ടെ, പക്ഷെ അത് നിർബന്ധിതമാക്കരുത്. അതാണ് ഞങ്ങൾ പറയുന്നത്. ഒരു വസ്ത്രം എന്നല്ല, അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. അവർക്ക് തലയിൽ തട്ടണം, ഇട്ടോട്ടെ, ഇതുണ്ടെങ്കിൽ ഇടണ്ട. കാരണം അത് ഇസ്ലാമിൻ്റേതാക്കി നിങ്ങൾ തലയിൽ തട്ടം മറച്ചേ തീരുമെന്ന് പറയുമ്പോഴാണ് നമ്മളവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. സമകാലീന പ്രശ്നം തന്നെ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാം തന്നെ സാമുദായിക സംഘടനകൾ വേണം. അവർ പറയുന്നത് അനുസരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റും. കാരണം അവരെല്ലാം മനസ്സിലുള്ളത് അധികാരം മാത്രമാണ്. ഒരു നവോത്ഥാനവും അവരുടെ മനസ്സിലില്ല. അത് ഏത് പുരോഗമന പ്രസ്ഥാനമായാലും അല്ലാത്തവരായാലും ഒക്കെ തന്നെ അവരുടെയൊക്കെ ചിന്താഗതി അധികാരം വേണം.